ഹായ്, എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. മലയാളത്തിൽ നമ്മൾ പറയുന്ന ഞങ്ങൾ എഴുതുകയായിരുന്നു, അവൻ എഴുതുകയായിരുന്നു, ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? അതാണ് നാം ഈ ക്ലാസ്സുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെ ഇംഗ്ലീഷിലെ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്നാണ് വിളിക്കുന്നത്. എല്ലാ ക്ലാസ്സിലും പറയുന്നത് പോലെ ടെൻസിന്റെ പേരൊന്നും പഠിക്കേണ്ട കാര്യമില്ല, ഭാഷ പഠിക്കാൻ വേണ്ടി സ്കൂൾ കുട്ടികളെ ഉദ്ദേശിച്ച് മാത്രമാണ് ഇത് എഴുതിയിട്ടുള്ളത്. പക്ഷെ ഉണ്ടാക്കുന്ന രീതി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. സബ്ജക്റ്റ് വയ്ക്കും, സബ്ജക്റ്റിന്റെ കൂടെ ബി എന്ന വെർബിന്റെ പാസ്റ്റ് ഫോമിലെ രൂപങ്ങളായ വാസ്, വേർ, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം വയ്ക്കും. വാസു സിംഗുലറിന്, വേർ പ്ലൂറലിന്. ഇതെല്ലാം നമ്മൾ മുൻ ക്ലാസ്സുകളിൽ കണ്ടിട്ടുള്ളതാണ്, വാസും വേറെല്ലാം. അതിന്റെ കൂടെ വെർബ് ക്രിയയുടെ ബേസ് ഫോം വയ്ക്കും. ബേസ് ഫോമിന്റെ കൂടെ ING ചേർക്കും. ING ഫോം അതിനെ വിളിക്കും. റൈറ്റിംഗ്, ഗോയിങ്, കമ്മിങ്, സിറ്റിംഗ്, ഈറ്റിംഗ്, സ്ലീപ്പിംഗ്, അതൊക്കെയാണ് ING ഫോംസ്. അങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത്. ഒരു വാചകം നമ്മൾ കണ്ടു കഴിഞ്ഞു. വി വേർ റൈറ്റിംഗ്, ഞങ്ങൾ എഴുതുകയായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ എഴുതുകയായിരുന്നു. ഇതിന്റെ ക്വസ്റ്റ്യൻ, ചോദ്യമാണ് ഇന്ന് നമ്മൾ കാണുന്നത്. രണ്ടാമത്തെ വാചകം. ഇംഗ്ലീഷിൽ ചോദ്യം ഉണ്ടാക്കുന്നത് നമ്മളൊക്കെ അറിയാം. വെർബിന്റെ ആദ്യത്തെ ഭാഗം കൂടെ ഒന്ന് മുന്നിലിടും. ഇവിടെ വെർബ് എന്ന് പറയുന്നത് വി വേർ റൈറ്റിംഗ് ആണ് വെർബ്. അത് മനസ്സിലാക്കിയിരിക്കണം. വേറെന്ന് മാത്രമല്ല വെർബ്, അല്ലെങ്കിൽ റൈറ്റിംഗ് എന്ന് മാത്രമല്ല വെർബ്. ഈ രണ്ട് വാക്കുകൾ വെർബിലുണ്ട്. വേർ റൈറ്റിംഗ്. മലയാളത്തിൽ നമുക്ക് ഒരു വാക്കേ ഉള്ളൂ, എഴുതുകയായിരുന്നു, ഒരു വാക്ക്. ഇംഗ്ലീഷിൽ രണ്ട് വാക്കുകൾ ചേരുമ്പോഴാണ് മലയാളത്തിലെ ഈ ഒരു വാക്ക് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ ആദ്യത്തെ വാക്ക് വേർ, അത് മുന്നിൽ കൊണ്ടുവന്നിട്ട ചോദ്യമായി. എഴുതുമ്പോ ക്വസ്റ്റ്യൻ മാർക്ക് കൂടി ഇട്ടേക്ക്. വേർ വി റൈറ്റിംഗ്, ഞങ്ങൾ എഴുതുകയായിരുന്നു. വേർ വി ഗോയിങ്, ഞങ്ങൾ പോവുകയായിരുന്നു. വേർ വി കമ്മിങ്, ഞങ്ങൾ വരികയായിരുന്നു. വേർ യു സ്ലീപ്പിംഗ്, നീ ഉറങ്ങുകയായിരുന്നു. വേർ ദേ സ്ലീപ്പിംഗ്, അവർ ഉറങ്ങുകയായിരുന്നു. എല്ലാ പ്ലൂരൽ വാക്കുകൾക്കും നമ്മൾ വേർ എന്ന വാക്ക് ഉപയോഗിക്കും. ഇവിടെ വി, യു, ദേ, മൈ ഫ്രണ്ട്സ്, ഇതെല്ലാം പ്ലൂരൽ ആണ്, അതുകൊണ്ടാണ് വേർ വയ്ക്കുന്നത്. നമുക്ക് തുടങ്ങാം. വേർ വി റൈറ്റിംഗ് എ സ്റ്റോറി, ഞങ്ങൾ ഒരു കഥ എഴുതുകയായിരുന്നു. ഇവിടെ ശ്രദ്ധിക്കണം, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇതുപോലെ പ്രാക്ടീസ് ചെയ്യണം. വേർ വി റൈറ്റിംഗ് എ സ്റ്റോറി, വേർ വി എന്നുള്ളത് ഒരുമിച്ച് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, വേർ വി റൈറ്റിംഗ് എ സ്റ്റോറി, ഞങ്ങൾ ഒരു കഥ എഴുതുകയായിരുന്നു. വേർ വി റീഡിംഗ് എ ബുക്ക്, ഞങ്ങൾ ഒരു പുസ്തകം വായിക്കുകയായിരുന്നു. വേർ വി ക്ലീനിങ് ദ റൂം, ഞങ്ങൾ റൂം ക്ലീൻ ചെയ്യുകയായിരുന്നു. വേർ വി കട്ടിംഗ് എ ട്രീ, ഞങ്ങൾ മരം മുറിക്കുകയായിരുന്നു. വേർ വി ഡൂയിങ് ദ ഹോംവർക്ക്, ഞങ്ങൾ ഹോംവർക്ക് ചെയ്യുകയായിരുന്നു. വേർ വി ടീച്ചിങ് ഇംഗ്ലീഷ്, ഞങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയായിരുന്നു. അടുത്തത് യു, നീ, നിങ്ങൾ, താങ്കൾ, അങ്ങ്, അവിടെ, എല്ലാറ്റിനും യു ആണ് ഇംഗ്ലീഷ്. യു എപ്പോഴും ഇംഗ്ലീഷിലെ പ്ലൂറലാണ്, അത് മറക്കരുത്. വേർ യു റൈറ്റിംഗ് എ സ്റ്റോറി, നീ ഒരു കഥ എഴുതുകയായിരുന്നു. വേർ യു റീഡിംഗ് എ ബുക്ക്, നീ ഒരു പുസ്തകം വായിക്കുകയായിരുന്നു. വേർ യു ക്ലീനിങ് ദ റൂം, നീ റൂം ക്ലീൻ ചെയ്യുകയായിരുന്നു. വേർ യു കട്ടിംഗ് എ ട്രീ, നീ ഒരു മരം മുറിക്കുകയായിരുന്നു. വേർ യു ഡൂയിങ് ദ ഹോംവർക്ക്, നീ ഹോംവർക്ക് ചെയ്യുകയായിരുന്നു. വേർ യു ടീച്ചിങ് ഇംഗ്ലീഷ്, നീ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയായിരുന്നു. ഇനി അടുത്തത് ദേ, അവർ അല്ലെങ്കിൽ ഇവർ. വേർ ദേ റൈറ്റിംഗ് എ സ്റ്റോറി, അവർ ഒരു കഥ എഴുതുകയായിരുന്നു. വേർ ദേ റീഡിംഗ് എ ബുക്ക്, അവർ ഒരു പുസ്തകം വായിക്കുകയായിരുന്നു. വേർ ദേ ക്ലീനിങ് ദ റൂം, അവർ റൂം ക്ലീൻ ചെയ്യുകയായിരുന്നു. വേർ ദേ കട്ടിംഗ് എ ട്രീ, അവർ ഒരു മരം മുറിക്കുകയായിരുന്നു. വേർ ദേ ഡൂയിങ് ദ ഹോംവർക്ക്, അവർ ഹോംവർക്ക് ചെയ്യുകയായിരുന്നു. വേർ ദേ ടീച്ചിങ് ഇംഗ്ലീഷ്, അവർ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയായിരുന്നു. അടുത്തത് മൈ ഫ്രണ്ട്സ് പ്ലൂരലാണ്, അതുകൊണ്ടാണ് വേർ വയ്ക്കുന്നത്. വേർ മൈ ഫ്രണ്ട്സ് റൈറ്റിംഗ് എ സ്റ്റോറി, എന്റെ ഫ്രണ്ട്സ് ഒരു കഥ എഴുതുകയായിരുന്നു. എല്ലാ ക്ലാസ്സിലും പറയുന്നത് പോലെ ഇവിടെയും പറയുകയാണ്. നമ്മൾ സാധാരണ ഇംഗ്ലീഷിൽ ഇങ്ങനെ ചോദിക്കാറില്ല, വേർ മൈ ഫ്രണ്ട്സ് റൈറ്റിംഗ് എ സ്റ്റോറി. മലയാളത്തിൽ കുഴപ്പമില്ല, എന്റെ ഫ്രണ്ട്സ് ഒരു കഥ എഴുതുകയായിരുന്നു. പക്ഷെ ഇംഗ്ലീഷിൽ അങ്ങനെ ചോദിക്കാറില്ല. ഫ്രണ്ട്സിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാകും, അതിനുശേഷമായിരിക്കും ചോദിക്കുക. അതുകൊണ്ട് ഫ്രണ്ട്സിന് പകരം ദേ എന്നുള്ള വാക്കായിരിക്കും വയ്ക്കുക. ഓക്കെ, നിങ്ങളിത് പ്രാക്ടീസ് ചെയ്ത് 3 വെച്ച് പ്രാക്ടീസ് ചെയ്താൽ മതി. ഇങ്ങനെയും പറയാം, വേർ മൈ ഫ്രണ്ട്സ് റൈറ്റിംഗ് എ സ്റ്റോറി, പക്ഷെ സാധാരണ അങ്ങനെ ഉപയോഗിക്കാറില്ല. ഓക്കെ, അതുകൊണ്ട് ഇത് 3 വെച്ച് പ്രാക്ടീസ് ചെയ്യുക. ഇവിടെ ഓരോ വാക്ക് കൂടി ചേർത്തിട്ടുണ്ട്, സ്റ്റോറി, ബുക്ക്, ദ റൂം എന്നൊക്കെ പറഞ്ഞ്. അതില്ലാതെ പ്രാക്ടീസ് ചെയ്യുന്നത് കുറെ കൂടി നന്നായിരിക്കും ചോദ്യവാചകങ്ങളിലൊക്കെ. ഓക്കെ,
ഇവിടെ നമ്മൾ വെച്ചത് നേരത്തെ പറഞ്ഞിട്ടുള്ളത് പോലെ കുറെ കൂടി അർത്ഥം തോന്നിക്കാൻ വേണ്ടിയാണ്. വെർ യു സ്ലീപ്പിംഗ്, നീ ഉറങ്ങിയായിരുന്നു. വെർ യു സ്റ്റഡിങ്, നീ പഠിക്കുകയായിരുന്നു. വെർ യു കമ്മിങ്, നീ വരികയായിരുന്നു. അപ്പൊ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യല്ല, ക്ലാസ്സിലും പറയുന്നതിൽ പ്രാക്ടീസ് ചെയ്യാണ്ടൊന്നും ഇംഗ്ലീഷ് പഠിക്കാൻ പോകുന്നില്ല. ഒരാളെ കൂടി കണ്ടെത്തി വീഡിയോ കോൾ ചെയ്തൊക്കെ പ്രാക്ടീസ് ചെയ്യാല്ല, ആളടുത്തുണ്ടാകണമെന്നില്ല. അപ്പൊ ഇന്ന് കണ്ട ഈ വാചകം അരമണിക്കൂറെങ്കിലും പ്രാക്ടീസ് ചെയ്യുക. അർത്ഥമുള്ള വാചകങ്ങൾ ഉണ്ടാക്കാൻ ചിലപ്പോൾ വി വെച്ചുള്ള വാചകങ്ങൾ അത്രയ്ക്ക് അർത്ഥം തോന്നണമെന്നില്ല. യു ദേ വെച്ചൊക്കെ കൂടുതൽ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പൊ ഇന്ന് രണ്ടാമത്തെ വാചകം നമ്മൾ കണ്ടു. വേർ വി റൈറ്റിംഗ്, ഞങ്ങൾ എഴുതുകയായിരുന്നു. വെർബിന്റെ ലിസ്റ്റ് ഉണ്ട്. എല്ലാ ദിവസവും കുറച്ച് വെർബ്സ് പഠിക്കണം. ഈ 4 ഫോംസ് പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം പുതിയ വാക്കുകൾ ഇംഗ്ലീഷിൽ പഠിക്കുക. വളരെ കോൺഫിഡൻസോടെ ധൈര്യത്തോടെ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നമ്മൾ വെർബുകളാണ് കാണുന്നത്. വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകൾ അല്ലെ, വരിക, പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള്. അപ്പൊ വെർബിന് അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക, അങ്ങനെ ഒത്തിരി രൂപങ്ങൾ. എഴുതുക, എഴുതും, എഴുതുകയാണ്, എഴുതിയിട്ടുണ്ടായിരുന്നു, എഴുതുവാൻ, എഴുതുമായിരുന്നു, എഴുതണമായിരുന്നു, അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട്. അതുപോലെ ഇംഗ്ലീഷിലുണ്ട് ധാരാളം ഫോംസ്, രൂപങ്ങളുണ്ട്. അതിൽ 4 എണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ. അതേതൊക്കെയാണ്? ഫോം എന്ന് വെച്ചാൽ രൂപം. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഈ 4 രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ 4 എണ്ണത്തില് ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസും മറ്റും ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ 4 എണ്ണം അറിഞ്ഞിരിക്കണം, എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ. ഉദാഹരണമായിട്ട് നമ്മൾ ബേസ് ഫോം അല്ലേ, ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന വെർബ് എടുക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? എഴുതുക. പ്രസന്റ് ഫോമില് റൈറ്റ് ഉണ്ട്, റൈറ്റ്സും ഉണ്ട്. ഇത് പ്ലൂറലാണ്, ഇത് സിംഗുലർ ആണ്. ഇതിന്റെ അർത്ഥം എന്താണ്? എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു. ഇത് രണ്ടുപേരെ അർത്ഥം മലയാളത്തില്. പല കുട്ടികളും പ്രസന്റ് ഫോമിൽ ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും. അത് തെറ്റാണ്. ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ്. എഴുതുക എന്നുള്ളത് ബേസ് ഫോമാ. ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ്? വാക്ക് എന്താണ്? റോട്ട്. അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ്. പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട്, അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം. അതിന് പല അർത്ഥങ്ങളുണ്ട്, മാറി മാറി വരും. പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക, ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും, ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വെർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ, ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ്. സ്പെല്ലിങ്ങും ഉച്ചാരണമൊക്കെ ഒരേപോലെ തന്നെയാണ്. ഏത്? ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും. അർത്ഥം വ്യത്യാസമുണ്ട്. ബേസ് ഫോമിൽ എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ, പ്രസന്റ് ഫോമിൽ റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ 1,70,70,000-ലധികം വെർബുകൾ, ക്രിയകളുണ്ട്. അപ്പൊ അതില് ഈ വെർബ് ഒഴിച്ച്, ബി എന്നൊരു വെർബ് ഉണ്ട് ഇംഗ്ലീഷില്, അത് ഒഴിച്ച് ബാക്കി എല്ലാ വെർബുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെ, ഒരേ സ്പെല്ലിംഗ്, ഒരേ ഉച്ചാരണം. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ ഇത് 3ആണ് പഠിക്കുന്നത്. അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. കം, കെയിം, കം, ഗോ, വെൻ, ഗോൺ, അത് തന്നെ സാധനം. പിന്നെ നേരെ ഒരു കാര്യവും കൂടി, ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞു 1,70,000-ൽ വെർബ്സ് ഉണ്ട്. അതിൽ ഭൂരിഭാഗം വെർബുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടിച്ചേർത്താണ്. ഒരിക്കൽ കൂടി പറയട്ടെ, ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വെർബുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് പ്രസന്റ് ഫോമിന്റെ ഈ പ്ലൂറലിനോടുകൂടെ കൂട്ടിച്ചേർത്താണ്. അല്ലാതെ കുറെ വെർബ്സ് ഉണ്ട്. അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഇവിടെ ഒത്തിരി ഉപയോഗിക്കുന്നത്. അതിലൊരു ഒരെണ്ണമാണ് ഇത്, റൈറ്റ്, റോട്ട്, റിട്ടൺ. ഇത് മൂന്ന് രീതിയാണ്. റൈറ്റ് ഇത് വേറെ രീതി, റോട്ട് ഇത് റിട്ടൺ. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് 3 പഠിക്കുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല, ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇപ്പൊ കമ്മിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വരിക. ബേസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും.
പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കും അതിന്റെ അർത്ഥം. ഉച്ചാരണവും സ്പെല്ലിങ്ങും ഒന്ന് തന്നെയായിരിക്കും. അപ്പൊ നമ്മളിത് 3 സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ശരിയായിട്ടൊന്ന് മനസ്സിലാക്കണമെന്നേ ഉള്ളൂ. നമ്മളൊരു 16 ലിസ്റ്റ് വെർബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബ്സ് ആണ് ഇടിയും ചേർത്തതും ഉണ്ട്. പിന്നെ ഈ പ്രത്യേകതയുള്ള വെർബ്സും ഉണ്ട്. അത് നമ്മൾ പഠിക്കണം. വെർബിന്റെ രണ്ടാമത്തെ ലിസ്റ്റാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. അപ്പൊ 4 ഫോംസ്: ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. നമ്മൾ ഇന്ന് കാണുന്ന വെർബിൽ ആദ്യം കാണുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിന്റെ പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഒരേപോലെയാണ്. എന്നാൽ പ്രസന്റ് ഫോം വ്യത്യാസമുണ്ട്. നമ്മള് 3 ഫോംസേ പഠിക്കുകയുള്ളൂ. കാരണം ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെ ഇരിക്കുന്ന അർത്ഥം വ്യത്യാസം ഉണ്ടെങ്കിലും സ്പെല്ലിംഗ് ഉച്ചാരണം ഒന്ന് തന്നെ ആയതുകൊണ്ട് നമ്മൾ അത് പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ് പഠിക്കുക. ഞാൻ വായിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ പഠിക്കണേ: ബ്രിങ്, ബ്രോഡ്, ബ്രോഡ്; ബൈ, ബോട്ട്, ബോട്ട്; ക്യാച്ച്, കോട്ട്, കോട്ട്; ടീച്ച്, ടോട്ട്, ടോട്ട്; തിങ്ക്, തോട്ട്, തോട്ട്; ഫൈറ്റ്, ഫോട്ട്, ഫോട്ട്; സീക്ക്, സോട്ട്, സോട്ട്. ഇനി പ്രസന്റ് ഫോം പ്ലൂറലിന്റെ കൂടെ ഡി എന്നോ ഇ ഡി എന്നോ ചേർത്ത് കിട്ടുന്ന പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉള്ള വെർബ്സ് ആണ്. നമുക്ക് വായിക്കാം. പുൾ, പുൾ, പുൾഡ്; advise, advised, advised; agree, agreed, agreed; answer, answered, answered; bless, blessed, blessed; boil, boiled എന്നാണ് പാസ്റ്റ് ഫോം ഇ ഡി എന്ന് ചേർക്കണേ. boiled; challenge, challenged, challenged; collect, collected, collected; correct, corrected, corrected; count, counted, counted; decide, decided, decided; destroy, destroyed, destroyed; doubt, doubted, doubted; enjoy, enjoyed, enjoyed; hope, hoped, hoped; hunt, hunted, hunted; follow, followed, followed; guess, guessed, guessed; imitate, imitated, imitated; invite, invited, invited; move, moved, moved; pluck, plucked, plucked. അപ്പൊ ഈ വെർബുകൾ പഠിക്കണം. അർത്ഥം നിങ്ങൾ പഠിക്കണം. ഉച്ചാരണം ആവർത്തിച്ച് അത് ഉറപ്പിക്കണം.